പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിലെ പരാമർശം തള്ളി വി ഡി സതീശൻ. തന്നെ പ്രതിപക്ഷ നേതാവായി തീരുമാനിച്ചത് പാർലമെന്ററി പാർട്ടി യോഗമല്ലെന്ന് വി ഡി സതീശൻ. പാർലമെന്ററി പാർട്ടിയിൽ ഖാർഗെ അഭിപ്രായം തേടിയെന്നും പാർലമെന്ററി പാർട്ടി കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയെന്നും സതീശൻ പറഞ്ഞു. ഇല്ലെന്ന് അങ്ങനെ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അല്ല ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അത് അങ്ങനെ ഒരു അഭിപ്രായം അല്ലെന്നേ. ഞാനത് കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ശരിയായിരിക്കും. അല്ല, അത് അവരുടെ അഭിപ്രായം പറഞ്ഞായിരിക്കും. സണ്ണിക്കുട്ടിയുടെ അഭിപ്രായമായിരിക്കും പറഞ്ഞത്. സണ്ണിക്കുട്ടി അഭിപ്രായത്തിന്റെ അഭിപ്രായം പറഞ്ഞാൽ എനിക്കെന്താ കുഴപ്പം? അല്ല 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 നിർബൻ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടെന്ന്. അതിനെന്താ, അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അല്ല വി ഡി സതീശനെ കുറിച്ച് മോശമായിട്ട് പറയാനോ അല്ലെ അദ്ദേഹത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? സണ്ണിക്കുട്ടി അഭിപ്രായമുണ്ട്. എൻ്റെ പാർട്ടിയല്ലേ എന്നെ പ്രഖ്യാപിച്ചത് AICC പ്രസിഡന്റ് അല്ലേ. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് തീരുമാനിച്ചതല്ല എന്ന്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടി എല്ലാവരുടെ അഭിപ്രായം ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അദ്ദേഹം വാങ്ങിച്ചു. എല്ലാവരുടെ അഭിപ്രായം വാങ്ങിച്ചു. അദ്ദേഹമാണ് നിരീക്ഷകനായിട്ട് വന്നത്. എന്നിട്ട് അപ്പം പാർലമെന്ററി പാർട്ടി കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി എന്ത് തീരുമാനം എടുക്കുക. കോൺഗ്രസ് പ്രസിഡന്റ് കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ദേശീയ നേതൃത്വമാണ് എന്നെ പ്രഖ്യാപിച്ചാൽ എന്താ കുഴപ്പം? അതിലെന്താണ്? ഞങ്ങൾ തമ്മിൽ വോട്ടെടുപ്പോ മത്സരമോ ഒന്നും നടന്നിട്ടില്ലല്ലോ. പാർലമെന്ററി പാർട്ടിയുടെ റെസൊല്യൂഷനാണ് കൂടിയിട്ട് കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി, ഓതറൈസ് ചെയ്തു. കോൺഗ്രസ് പ്രസിഡന്റ് MLA ആയ എന്നെ, ആ കൂട്ടത്തിലൊരു MLA ആയ എന്നെ പാർട്ടി ലീഡറായിട്ട് പ്രഖ്യാപിച്ച്. അതിലെന്താ പ്രശ്നം? അതിലാർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അവർക്കത് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിർഭൻ ചേരുന്നു. നിർഭൻ, ഈ ഒരു കാര്യം കഴിഞ്ഞ കുറേ കാലമായി കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതായത് 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ഉമ്മൻചാണ്ടിക്ക് താല്പര്യം രമേശ് ചെന്നിത്തലയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് തന്നെ ഭൂരിപക്ഷവും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കോൺഗ്രസിന്റെ 21 പേരാണെന്ന് തോന്നുന്നു. 21 പേരിൽ ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിച്ചു. പക്ഷേ അത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള കാര്യം നിൽക്കുന്നു. ഇപ്പോൾ അത് ശരിക്കും വി ഡി സതീശൻ അംഗീകരിക്കുകയാണോ ചെയ്തത്? തീർച്ചയായും ഇത് വി ഡി സതീശൻ്റെ ഈ പ്രതികരണം പ്രസക്തമാക്കുന്നത് ഷമ്മി അത് തന്നെയാണ്. നാളിതുവരെ വി ഡി സതീശൻ സമ്മതിക്കാത്തൊരു കാര്യം, പാർലമെന്ററി പാർട്ടി യോഗമല്ല തന്നെ ഈ പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് തീരുമാനിച്ചത് എന്ന കാര്യമാണ്. ഇത് തന്നെയാണ് വി ഡി സതീശനും ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ കാലം സാക്ഷിയിലെ ഒരു പേജിൽ പാഴായിപ്പോയ ഭൂരിപക്ഷം എന്ന അധ്യായത്തിൽ പറയുന്ന ഭാഗവും കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ വിവാദമുണ്ടായതാണ്. ആദ്യമായിട്ടാണ് അതിൽ വ്യക്തത വരുത്തി വി ഡി സതീശൻ പരോക്ഷമായി സമ്മതിക്കുന്നത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു ഭൂരിപക്ഷം. പക്ഷേ ആ ഭൂരിപക്ഷത്തെ AICCയിൽ പോയപ്പോൾ അട്ടിമറിച്ചു. തന്നെ അവഹേളിച്ച് ഇറക്കി വിട്ടു. തന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ താൻ ആ പദവി ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു. അത് AICCയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ഉമ്മൻചാണ്ടി ചുമതലപ്പെടുത്തിയത് ഷാഫി പറമ്പിലിനെ ഒപ്പം തന്നെ T സിദ്ദിഖിനെയുമായിരുന്നു. A വിഭാഗത്തിന്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. ഖാർഗയെ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയാണ്, ആരും മാധ്യമങ്ങൾ അറിയാതിരിക്കാൻ, ഖാർഗെ താമസിക്കുന്ന ഹോട്ടലിൽ പോയി ഉമ്മൻചാണ്ടി കണ്ടത്. അത് ആത്മകഥയിൽ പറയുന്നുണ്ട്. തങ്ങളുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണ്. മറ്റെന്തെങ്കിലും പേരുകൾ താങ്കളുടെ AICCയുടെ മനസ്സിലുണ്ടോ എന്ന് ഉമ്മൻചാണ്ടി ചോദിക്കുന്നു. അങ്ങനെ ഒരു പേരുമില്ല എന്ന് ഖാർഗെ പറയുന്നു. നിങ്ങൾക്ക് പിന്തുണ ചെന്നിത്തലയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിനെയും ഷാഫി പറമ്പിലിനെ ചുമതലപ്പെടുത്തുന്നു. ഈ രണ്ടുപേർ ഉമ്മൻചാണ്ടി അട്ടിമറിച്ചു എന്ന കാര്യം മറ്റൊരു കാര്യമാണ്. അങ്ങനെയാണ് വി ഡി സതീശന് ചുരുക്കം ചില വോട്ടുകൾ ലഭിക്കുന്നത്. അത് A വിഭാഗത്തിൽ നിന്ന് ഷാഫി പറമ്പിലിൻ്റെ അടക്കം വോട്ട് ചോർന്നു പോയിട്ടുണ്ട്, T സിദ്ദിഖിൻ്റെ അടക്കം വോട്ട് ചോർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. രമേശ് ചെന്നിത്തലയും ഖാർഗെയെ കണ്ടു പറഞ്ഞു, താങ്കളുടെ മനസ്സിലോ AICCയുടെ മനസ്സിലോ മറ്റു ചില പേരുകളുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല, ഒരു പേരുമില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് രമേശ് ചെന്നിത്തല വീണ്ടും പ്രതിപക്ഷ നേതാവായി നിൽക്കാൻ മത്സരിക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷം MLA രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിന്നിട്ടും ഈ തീരുമാനം AICC പോകുമ്പോൾ അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ പറയുന്നത്. ഭൂരിപക്ഷം തനിക്കായിരുന്നു എന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു പറയുകയും മാത്രമല്ല ഉമ്മൻചാണ്ടി പറയുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, AICCയുടെ തീരുമാനമാണെങ്കിൽ ആ വഴിക്ക് വിടാം, മറിച്ച് ഭൂരിപക്ഷം MLA അഭിപ്രായം തേടിയ ശേഷം ആ ഭൂരിപക്ഷം അട്ടിമറിക്കപ്പെട്ടു. അതെന്തിനാണ് എന്ന ചോദ്യമാണ് ഉമ്മൻചാണ്ടി ചോദിച്ചിരുന്നത്, രമേശ് ചെന്നിത്തലയും ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വി ഡി സതീശൻ ഈ വിവാദത്തിൽ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പ്രതികരിക്കുന്നത്. പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ തീരുമാനപ്രകാരമല്ല താൻ
പ്രതിപക്ഷ നേതാവ് പദവിയിൽ വന്നത്. അതിൽ അദ്ദേഹം പരോക്ഷമായി സംവദിക്കുന്നത് പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ ഭൂരിപക്ഷമാണ് തനിക്കല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. പക്ഷേ AICCയുടെ പ്രസിഡന്റാണ് തന്റെ പേര് തീരുമാനിച്ചത്. AICC ഐകകണ്ഠേന തന്റെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു. അതിലെന്താണ് തർക്കം? മറ്റു തരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം. അത് സണ്ണിക്കുട്ടി ഇബ്രാഹിം എഴുതിയ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആത്മകഥയാണ്. അവരുടെ കുടുംബവും ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിഭാഗത്തിന്റെ ആരും ആ ആത്മകഥയുടെ പരാമർശങ്ങൾ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. VD സതീശൻ അത് വായിച്ചിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ചിലരുടെ അഭിപ്രായമായിരിക്കും. ആ ചിലരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായമായിരിക്കും, രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായമായിരിക്കും, താൻ വന്നതിനെ എതിർത്തവരുടെ അഭിപ്രായമായിരിക്കും. അങ്ങനെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ എന്നെ തീരുമാനിച്ചത് AICC പ്രസിഡന്റാണ്, AICC നേതൃത്വമാണ് എന്ന് പരസ്യമായി VD സതീശൻ അംഗീകരിക്കുക വഴി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഭൂരിപക്ഷം ചെന്നിത്തലയ്ക്കായിരുന്നു എന്ന വാദം അദ്ദേഹം പരോക്ഷമായി അംഗീകരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം. ഷമ്മി, തീർച്ചയായും നൃപൻ, ആദ്യമായിട്ടായിരിക്കാം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യം തുറന്ന് സമ്മതിക്കുന്നത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു ഭൂരിപക്ഷമെങ്കിലും അത് അട്ടിമറിക്കപ്പെട്ടു. VD സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി. നൃപനാണ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.